ആയുർവേദത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യണം. അതായത് കുഴമ്പിട്ടിരിക്കണം, മരുന്നുകൾ അരച്ചിടണം, കയ്പുള്ള മരുന്നുകളെല്ലാം കഷായം വെച്ച് കഷ്ടപ്പെട്ട് കുടിക്കണം, ഇങ്ങനെയെല്ലാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മാത്രമല്ല ആയുർവേദം. ആയുർവേദത്തിൽ രോഗികളെ കുറിച്ച് പറയുന്നിടത്ത് സുകുമാര പ്രകൃതിയായിട്ടുള്ള രോഗികൾ എന്നൊരു കാറ്റഗറിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മരുന്നിൻ്റെ ടേസ്റ്റിന് ബുദ്ധിമുട്ടായതുകൊണ്ടും എണ്ണയുടെ സ്മെല്ലുകൾക്കൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടൊക്കെ മരുന്ന് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് പ്രത്യേകം ഒരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ്, അതായത് ഒരു കൂട്ടം മരുന്നുകൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന അർക്കങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ വരുന്നവരാണ്. വെറുതെ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റേ ഉള്ളൂ, എന്നാൽ കഷായത്തിൻ്റെ ഗുണങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളെല്ലാം സുകുമാര പ്രകൃതികൾക്ക് വേണ്ടി തേനിൽ ചാലിച്ച് കഴിക്കുന്ന മരുന്നുകൾ, അല്ലാതെ വെറുതെ തന്നെ നമുക്ക് ഗുളിക വായിലിട്ട് വെള്ളം കുടിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകളെല്ലാം ആയുർവേദത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആയുർവേദ മരുന്നല്ലേ ഇത്, എന്തിലെങ്കിലുമൊക്കെ അരച്ച് പിന്നെ അതിൽ ആവണക്കെണ്ണ ചേർത്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടല്ലേ ഇത് കഴിക്കാൻ എന്ന് ചിന്തകളൊക്കെ വിടുക. ഇത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ മോഡേൺ ആയിട്ടുള്ള ആയുർവേദത്തിൻ്റെ കാലഘട്ടമാണ്.